നമസ്കാരം. അത്യാഡംബര സൗകര്യങ്ങളുള്ള ഫസ്റ്റ് ക്ലാസ് ക്യാബിനിൽ യാത്ര ചെയ്യാൻ അവസരം കിട്ടുന്നവരുടെ കാര്യത്തിൽ എമിറേറ്റ്സ് ചെറിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾക്കേറെ നിരാശാജനകമായ വാർത്തയാണിത്. ഓഗസ്റ്റ് 15-ന് 8 അതിൽ താഴെയോ പ്രായമുള്ള കുട്ടികൾക്ക് ഇനി മുതൽ എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറക്കാൻ മൈൽസ് ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ടിക്കറ്റിൽ കഴിയില്ല. എയർലൈനിൽ നിന്നും സുപ്രധാനമായ അറിയിപ്പുകൾ ഒന്നുമില്ലാതെ തന്നെ ഈ മാസം മുതലാണ് പുതിയ നയം നിലവിൽ വന്നതെന്ന് 1 മൈൽ അറ്റ് എ ടൈം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രീമിയം ക്യാബിനുകളിലേക്ക് പ്രവേശനം നിയന്ത്രിക്കാനായി ഈ വർഷം എമിറേറ്റ്സ് എടുത്ത ഒരു കൂട്ടം നടപടികളിൽ ഏറ്റവും അവസാനത്തേതാണിത്. ഈ വർഷം ആദ്യം ഫസ്റ്റ് ക്ലാസ്, റിഡംഷൻ, പ്ലാറ്റിനം, ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ സ്റ്റാറ്റസ് ഉള്ള സ്കൈവാർഡ് അംഗങ്ങൾക്ക് മാത്രമായി എമിറേറ്റ്സ് പരിമിതപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇടയ്ക്കൊക്കെ മാത്രം യാത്ര ചെയ്യുന്നവർക്ക് ആഡംബരപൂർണമായ യാത്രാനുഭവത്തിന് ടിക്കറ്റ് തുക പൂർണ്ണമായും നൽകേണ്ടി വരുന്നു. മധ്യത്തിലെ സീറ്റ് ഒഴിവാക്കിക്കൊണ്ട് ബിസിനസ് ക്ലാസ്സിലെ ക്രമീകരണത്തിൽ മാറ്റം വരുത്തിയതിന് ശേഷമായിരുന്നു ഇത്. അതുകൂടാതെ പുതിയ ബോയിങ് 777-ൽ ഫ്ലോറിൽ നിന്നും സീലിംഗ് വരെയുള്ള പ്രൈവസി ഡോറുകളും എമിറേറ്റ്സ് വാഗ്ദാനം നൽകുന്നുണ്ട്. സെന്റർ സീറ്റുകൾക്ക് വെർച്വൽ വിൻഡോകളും ഒപ്പം യാത്രാനുഭവം മാറ്റിമറിയുന്ന സീറോ ഗ്രാവിറ്റി സീറ്റുകളും ഉണ്ടാകുമെന്ന് വെബ്സൈറ്റ് പറയുന്നുണ്ട്. ശാന്തമായ യാത്ര ആഗ്രഹിക്കുന്ന യാത്രക്കാർ കുട്ടികളെ ഫസ്റ്റ് ക്ലാസ് ക്യാബിനിൽ നിന്നും ഒഴിവാക്കിയ നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം സ്ഥിരമായി എമിറേറ്റ്സിന്റെ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും യാത്ര ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്ന് തിരിച്ചടിയും നേരിടുന്നുണ്ട്. നിയമത്തിലെ മാറ്റങ്ങൾ വിവരിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത്. കൂടുതൽ തുക ചെലവഴിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുവാനാണെന്നും കുട്ടികളുടെ കരച്ചിലും മറ്റും അതിന് വിഘ്നമാണെന്നും അവരിൽ പലരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടിയായി ഒരു അമ്മ കുറിച്ചത്, കുട്ടികളില്ലാത്ത ഒരു ലോകം നിങ്ങൾക്ക് ആഗ്രഹിക്കാമെന്നും എന്നാൽ കുട്ടികൾ ഇല്ലാത്ത ഒരു ലോകം ഉണ്ടാകില്ല എന്നായിരുന്നു. തൻ്റെ 1 വയസ്സുള്ള കുട്ടിയെയും നവജാത ശിശുവിനെയും കൊണ്ട് അധികം വൈകാതെ താൻ എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുമെന്നും അവർ പറഞ്ഞു. കുട്ടികളെ ഫസ്റ്റ് ക്ലാസ്സിൽ അനുവദിച്ചില്ലെങ്കിൽ എമിറേറ്റ്സിന്റെ സേവനം വേണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. അതേസമയം എമിറേറ്റ്സ് എയർലൈൻസിന്റെ നവീകരിച്ച ബോയിങ് 777 വിമാനങ്ങൾ റിയാദിലേക്ക് സർവീസ് നടത്തി. ബിസിനസ് ക്ലാസ് സൗകര്യവും പ്രീമിയം ഇക്കണോമി സംവിധാനങ്ങളുമുള്ള വിമാനങ്ങളാണ് നവീകരിച്ച ബോയിങ് 777. EK815 ദുബായിൽ നിന്ന് റിയാദിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ്. EK817, EK818 സർവീസുകൾ മെയ് 7 മുതൽ ആരംഭിച്ചിരുന്നു. അതേസമയം തുടക്കത്തിൽ 6 ഫ്ലൈറ്റുകളാണ് സേവനം നൽകിയത്. ഓഗസ്റ്റ് 11 മുതൽ മുഴുവൻ ദിവസവും സേവനം ലഭ്യമായി. ഡോർ ടു ഡോർ യാത്രാനുഭവം നൽകുന്ന ഷോവർ സർവീസുകളും നിലവിൽ എമിറേറ്റ്സ് റിയാദിൽ ഒരുക്കിയിട്ടുണ്ട്. റിയാദിൽ ഈ സേവനം നൽകുന്ന ഏക എയർലൈൻസും എമിറേറ്റ്സ് ആണ്.